guys, welcome back to my channel. I hope you all are doing well. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ ട്യൂട്ടോറിയൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹെയർ കട്ട് അഥവാ നിങ്ങൾക്ക് സെൽഫായി ചെയ്യാൻ പറ്റുന്ന ഒരു ലെയർ കട്ടാണ്. കട്ട് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്താൽ നല്ല വോളിയം തോന്നിക്കും ഹെയർ, നല്ല തിക്നെസ്. അതുപോലെ ഈ ഫൈൻ ഹെയർ, തിക്നെസ് ഇല്ലാത്ത ഹെയർ ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ ഹെയർ കട്ട് എൻ്റെ ഒരു അഡ്വൈസാണ്. ഈ ലെയർ കട്ട് ചെയ്താൽ നല്ല ഒരു വോളിയം, നല്ല തിക്നെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കും. അപ്പോൾ ഏറ്റവും നല്ല എല്ലാ ടൈപ്പ് ഹെയർക്കാർക്കും സ്യൂട്ട് ചെയ്തതാണ് ഈ ലെയർ കട്ട് എന്ന് പറയുന്നത്. ലെയർ കട്ട് വീട്ടിൽ സെൽഫായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഹെയർ നല്ല ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് നല്ല ക്ലീൻ ആയിരിക്കണം. അതുപോലെ ഓയിലി ഗ്രീസി ഒന്നും പാടത്തില്ല. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ബെസ്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. കട്ട് ചെയ്യാൻ മുമ്പ് ഹെയർ എപ്പോഴും വെറ്റായിരിക്കണം. ആ സമയത്ത് വാഷ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈ ആയെങ്കിൽ നിങ്ങളത് അല്ലെങ്കിൽ വാട്ടർ സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എല്ലാവരും ഒരു റിക്വസ്റ്റ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ന്യൂ വ്യൂവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഹെയർ കട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം വേണം നോക്കാം. സിസേഴ്സ് ആൻഡ് കോം. ഒന്ന് കട്ടിങ് കോമാണ്, ഇത് ടെയിൽ കോം. പിന്നെ ഇതിന് വേണ്ടത് 3 റബ്ബർ ബാൻഡ് വേണേ. 1, 2 and 3. 3 റബ്ബർ ബാൻഡ് വേണം. പിന്നെ കട്ടിങ് എത്രയാണ് വേണ്ടത്. പിന്നെ വാട്ടർ സ്പ്രേ. നിങ്ങൾക്ക് വെറ്റാണെങ്കിൽ അത് ഓക്കെയാണ്. അല്ലെങ്കിൽ മുടി വെറ്റല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് കട്ടിങ്ങിന് വേണ്ടത്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ഞാൻ 4 സ്റ്റെപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ടത് ബാക്കിലെ എല്ലാ ഹെയറും നല്ലപോലെ കോം ചെയ്ത് ഫ്രണ്ടിൽ ഫോർഹെഡിൻ്റെ അടിക്ക് കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ ചെയ്യുമ്പോൾ നല്ലപോലെ കോം ചെയ്ത് നല്ല സ്മൂത്ത് ആയിരിക്കണം. അൺഈവൻ ആകാൻ പാടില്ല, ഈവൻ ആകണം. എല്ലാ സൈഡും കൊണ്ടുവന്ന് പോണിറ്റെയിൽ ചെയ്യാവുന്നതാണ്, ഫ്രണ്ടിൽ ഫോർഹെഡിൻ്റെ നിയറായിട്ട്. ഓക്കെ. അതിന് ശേഷം ഞാൻ 3 റബ്ബർ ബാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ സെക്കൻഡ് റബ്ബർ ബാൻഡ് ഈ പോണിറ്റെയിലിൻ്റെ മിഡിലിടണം, തേർഡ് വന്ന് ബോട്ടമിൽ. എന്നിട്ട് വേണം ആ തേർഡ് റബ്ബർ ബാൻഡ് താഴെയാണ് നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യേണ്ടത് ഹെയർ. എന്നിട്ട് അതിൻ്റെ താഴെ വേണം കട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര ഇഞ്ച് കട്ട് ചെയ്യണം അല്ലെങ്കിൽ എത്ര ലെങ്ത് കട്ട് ചെയ്യണം അതിനനുസരിച്ചിട്ട് വേണം ഫിംഗേഴ്സ് ആ റബ്ബർ ബാൻഡ് താഴെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ കട്ട് ചെയ്യാവുന്നതാണ്. ആദ്യം കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്ട്രൈറ്റ് കട്ടാണ്. അതിനങ്ങനെ സ്ട്രൈറ്റ് കട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിനുശേഷം ജിഗ്ജാഗ് കട്ട് ചെയ്യണം. അത് മസ്റ്റായിട്ട് ചെയ്യണം ലെയർ കട്ടിന്. എന്നാലാണ് അത് സോഫ്റ്റ് ആൻഡ് നാച്ചുറൽ ലുക്ക് തോന്നിക്കത്തുള്ളൂ. അപ്പോൾ കട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ 3 റബ്ബർ ബാൻഡ് അഴിച്ചിട്ട് ബാക്കിലോട്ട് ഹെയർ ഇടാവുന്നതാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഇയേഴ്സ് ലെവലിലാണ് പാർട്ടിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഈ പാർട്ടിഷൻ എടുത്ത ഹെയർ ഫ്രണ്ടിലോട്ട് സ്മൂത്തായിട്ട് കോംബ് ചെയ്ത് കൊണ്ടുവന്ന് ഫോർഹെഡിൻ്റെ ഇട കൊണ്ടുവന്ന് ടൈറ്റായിട്ട് പോളിറ്റൈൽ ഇടുക. അപ്പോൾ അതിനുശേഷം ഈ 3 റബ്ബർ ബാൻഡ് ഇട്ട ശേഷം നിങ്ങൾക്ക് സെയിം ലെവലിൽ ഹെയർ കട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ കട്ട് ചെയ്തു അതേ സെയിം ലെങ്ത്തിൽ തന്നെ സെക്കൻഡ് സ്റ്റെപ്പിലും ഹെയർ ലെങ്ത്ത് കട്ട് ചെയ്യണം. അപ്പം ഞാൻ 1/2 ഇഞ്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സെക്കൻഡ് സ്റ്റെപ്പിലും സെയിം 1/2 ഇഞ്ചാണ്. അതേപോലെ സെയിം ഇഞ്ച് കട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് പറഞ്ഞാൽ ബാക്കിലോട്ട് ലെയർ ഇടുമ്പോൾ നിങ്ങൾക്ക് അൺഈവൻ ആയിരിക്കും, പ്രോപ്പറായിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് എത്ര നിങ്ങൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അതേ സെയിം ലെവലിലായിരിക്കും എല്ലാ സ്റ്റെപ്പിലും സെയിം ലെവലിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഹെയർ ബാക്കിലോട്ട് ഇടാവുന്നതാണ്. തേർഡ് സ്റ്റെപ്പ്, ക്രൗൺ ഏരിയ എന്ന പാർട്ടിഷൻ എടുത്ത് എല്ലാ മുടിക്കും നല്ലപോലെ സ്മൂത്തായിട്ട് കോം ചെയ്ത് ഫോർഹെഡിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് പോണിറ്റൈൽ ഇടാവുന്നതാണ്. എന്ന ശേഷം വേറെ റബ്ബർ ബാൻഡ്സിലിട്ട് നമുക്ക് ഹെയർ കട്ട് ചെയ്യാവുന്നതാണ്. സെയിം ലെങ്ത് ആയിരിക്കണം ഹെയർ കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അത് സ്ട്രൈറ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ ജിഗ്ജാഗ് കട്ട് ചെയ്യാം.
ഫിനിഷ് ആയ ശേഷം നിങ്ങൾക്ക് എല്ലാ റബ്ബർ ബാൻഡുകളും അഴിച്ചിട്ട് ബാക്കിലോട്ട് ഹെയർ ഇടാവുന്നതാണ്. സ്റ്റെപ്പ് 4, ക്രൗണിൻ്റെയും ഫോർഹെഡിൻ്റെയും മിഡിലിൽ പാർട്ടിഷൻ എടുത്ത് ആ പാർട്ടിഷൻ എടുത്ത ഹെയറിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് പോണിറ്റെയിൽ ഇടാവുന്നതാണ്. അങ്ങനെ എല്ലാ റബ്ബർ ബാൻഡും ഇട്ട് നിങ്ങൾക്ക് ഹെയർ കട്ട് സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ ഹെയർ ബാക്കിലോട്ട് ഇടാവുന്നതാണ്. ആഫ്റ്റർ കട്ടിങ്ങിന് ശേഷം നോക്കിക്കോളൂ, എൻ്റെ ഹെയർ നല്ല തിക്ക് ആൻഡ് വോളി ആയിട്ടുണ്ട്. നിറയെ ലെയേഴ്സ് എല്ലാം ഉണ്ട്. ഇനി അതിന് സെറ്റിംഗ് ലോഷൻ ഇട്ടിട്ട് നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ ലെയർ കട്ടിന് ശേഷം എപ്പോഴും ബ്ലോ ഡ്രൈ ചെയ്താൽ വെരി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആ ലെയേഴ്സ് എല്ലാം കാണണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുക. ഓക്കെ, enjoy this video. If you like this video, sure to like, share and subscribe. Okay, bye bye.